നമസ്കാരം. കെ ഫോൺ പദ്ധതി വെറും വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങിയതാണെന്ന് പിണറായി സർക്കാർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം പ്രോഗ്രസ് റിപ്പോർട്ടിലാണ് പിണറായി സർക്കാർ കെ ഫോൺ പദ്ധതി പരാജയമാണെന്ന സൂചന നൽകുന്നത്. BPL കുടുംബങ്ങൾക്കെല്ലാം സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകാം എന്ന് വാഗ്ദാനം ചെയ്താണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത 14,000 കണക്ഷൻ പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് 7,000-ൽ കൂടുതൽ വീടുകളിൽ കണക്ഷൻ നൽകിയെന്നാണ് പറയുന്നത്. ഈ വർഷം അത് 5,856 കണക്ഷൻ മാത്രമായി. അതുപോലെ തന്നെ 3 വർഷത്തിനിടയിൽ 29,216 ഓഫീസുകളിലാണ് കെ ഫോൺ നടപടികൾ പുരോഗമിക്കുന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. കഴിഞ്ഞ വർഷം ഇത് 26,542 ആയിരുന്നു. ഇതിലാണെങ്കിൽ 16,738 സർക്കാർ ഓഫീസുകളിലെ ഇന്റർനെറ്റ് ആരംഭിച്ചിട്ടുള്ളൂ. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരള ഫൈബർ ഒപ്റ്റിക്കൽസ് നെറ്റ്വർക്ക് എന്ന കെ ഫോൺ. ഇന്റർനെറ്റ് ഒരു ജനതയുടെ അവകാശമാണെന്ന പ്രഖ്യാപനത്തോടെയാണ് ഒന്നാം പിണറായി സർക്കാർ കെ ഫോൺ പദ്ധതിക്ക് രൂപം നൽകുന്നത്. കേരളത്തിൽ അത്ര കണ്ട് വികസിക്കാത്ത ഫൈബർ ഒപ്റ്റിക്കൽ ശൃംഖല സുശക്തമായി സംസ്ഥാനത്താകെ സ്ഥാപിക്കാമെന്നാണ് പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ അതിവേഗം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും പലവിധ തടസ്സങ്ങളിൽപ്പെട്ട് പദ്ധതി ഇഴയുകയായിരുന്നു. പിണറായി സർക്കാരിന്റെ രണ്ടാം വരവിലാണ് പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കുന്നത്. ടെലികോം മേഖലയിലെ കോർപ്പറേറ്റ് ശക്തികൾക്കെതിരെയുള്ള ഇടതു സർക്കാരിന്റെ ജനകീയ ബദലാണ് കെ ഫോണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൊക്കെ കുറിക്കുകയുണ്ടായിരുന്നു. കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റായ കെ ഫോൺ സംസ്ഥാനത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമമാക്കാനും ഇ ഗവേണൻസ് സാർവത്രികമാക്കാനും സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിനിടയിൽ കെ ഫോണിലും അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. യഥാർത്ഥ എസ്റ്റിമേറ്റ് തുകയേക്കാൾ 520 കോടിയോളം രൂപയാണ് ടെൻഡർ എക്സസായി നൽകിയെന്നായിരുന്നു പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നത്. ഗുണനിലവാരമില്ലാത്ത ചൈനീസ് കേബിളുകളാണ് പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതെന്നും എത്ര കണക്ഷൻ കൊടുത്തുവെന്നതിന് കൃത്യം കണക്കില്ലെന്നുമൊക്കെ പ്രതിപക്ഷം പറഞ്ഞിരുന്നു. കെ ഫോൺ 94% പുരോഗതി കൈവരിച്ചുവെന്ന് പറയുമ്പോഴും സർക്കാർ സ്കൂളുകളിൽ നിന്നൊക്കെ വ്യാപകമായ പരാതികളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്.